ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. തേജസ്വി യാദവ് രാജിവെക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് നടപടി. JDU മന്ത്രിമാരും രാജിവെച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു ചേരുകയാണ്. സിജു, ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ജോർജറ്റ്, അല്പം മുമ്പാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകുന്ന ഒരു തീരുമാനം JDU നേതാവും ആയ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ JDU-ന്റെ ഭാഗത്തു നിന്നിട്ടുള്ള എല്ലാ മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു. ഇതിൽ കാരണമായി എടുത്തു പറയുന്നത് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ RJD നേതാവുമായ ലാലു പ്രസാദ് യാദവിന്റെ മകനുമായ തേജസ്വി യാദവ് രാജിവെക്കുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ JDU മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ JDU NDAയുടെ ഭാഗമാകുന്നത് BJPയോട് അടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, നേരത്തെ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദിന് അനുകൂലമായാണ് JDU വോട്ട് ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ തന്നെ JDU BJPയിലേക്ക് അടുക്കുന്നു, NDAയുടെ ഭാഗമാകുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ NDAയോടൊപ്പം നിന്ന് മത്സരിക്കാനാണ്, അല്ലെങ്കിൽ BJP JDU-ലേക്ക് അടുക്കുന്നു എന്ന തരത്തിൽ BJPയും JDU-യും സഖ്യം ചേർന്നുകൊണ്ടുള്ള ഒരു പോക്കിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും നിലവിൽ തേജസ്വി യാദവിനും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിക്ക് ഉൾപ്പെടെ നിരവധി കേസുകൾ ആദായ നികുതി വകുപ്പിന്റെ അടക്കം അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തേജസ്വി യാദവ് രാജിവെക്കണമെന്ന നിലപാട് നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ തേജസ്വി യാദവ് രാജിവെക്കില്ല എന്ന നിലപാടാണ് RJD നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്നാണ് അല്പം മുമ്പ് നിതീഷ് കുമാർ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയത്. അതോടൊപ്പം തന്നെ JDU-ന്റെ മന്ത്രിമാരും രാജിവെച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ 243 അംഗങ്ങളാണ് ബീഹാർ നിയമസഭയിലുള്ളത്. അതിൽ തന്നെ 71 അംഗങ്ങൾ JDU-വിനും 80 അംഗങ്ങൾ RJD-ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മഹാസഖ്യമാണ് നിലവിൽ ബീഹാറിന്റെ ഭരണം കൈയാളിയിരുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ മൊത്തം 71 അംഗങ്ങൾ ആണ് JDU-വിനുള്ളത്. 53 അംഗങ്ങൾ BJPക്കുമുണ്ട്. നിലവിൽ അവർക്ക് ഭരണം രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ മോദിക്കെതിരെ ഒരു വിശാല മതേതര സഖ്യം എന്ന തരത്തിൽ മുന്നോട്ട് വന്നിരുന്ന ഒരു സഖ്യത്തിന്റെ തകർച്ച എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നുണ്ട്. RJD അതോടൊപ്പം തന്നെ JDU സഖ്യം തകർന്നിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത, മോഡിയെ 2013 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് JDU സഖ്യം, അതായത് JDU NDA സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നത്. ആ മോഡി പ്രധാനമന്ത്രി സ്ഥാനത്ത് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറി വരുമ്പോൾ ഇപ്പോൾ അതേ മോഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിതീഷ് കുമാർ BJPയോട് അടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സിജു, ദയവായി തുടരുക. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സന്തോഷ് കൂടി ചേരുന്നു. സന്തോഷ്, നിതീഷ് കുമാറിന്റെ രാജിക്കത്ത് ഗവർണർ സ്വീകരിച്ചോ? ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ. അജിംഷാദ്, വളരെ അപ്രതീക്ഷിതമായി അസാധാരണ നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി അസാധാരണമായ നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ നിതീഷ് കുമാർ തന്റെ രാജി വാർത്ത പ്രസ്താവനയായി പുറത്തിറക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി ബീഹാർ ഗവർണർ കേസരിനാഥ് ത്രിപാഠിയെ കാണാൻ ഗവർണർ ഓഫീസിലെത്തുന്നു. അപ്പോഴാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പോലും അദ്ദേഹം രാജിവെക്കാനായി പോവുകയാണ് എന്നറിഞ്ഞത്. കേസരിനാഥ് ത്രിപാഠിയെ കണ്ടതിനു ശേഷം ഇപ്പോൾ ബീഹാറിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. താൻ രാജിവെക്കാനുണ്ടായ സാഹചര്യമാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകൻ തേജസ്വി യാദവിനോട് താൻ രാജിക്കാര്യം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പകരം ആവശ്യപ്പെട്ടത് നിലപാട് വ്യക്തമാക്കാൻ മാത്രമായിരുന്നു. പക്ഷെ അതിന് പോലും തേജസ്വി യാദവ് തയ്യാറായില്ല എന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. ഇന്ന് രാവിലെ ബീഹാറിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ പ്രകാരം നിതീഷ് കുമാർ മണിക്കൂറോളം തേജസ്വി യാദവുമായി പ്രത്യേകം ചർച്ച നടത്തി എന്നാണ്. അതിനുശേഷം തേജസ്വി യാദവ് അച്ഛൻ ലാലു പ്രസാദ് യാദവിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വച്ച് കണ്ടു. തുടർന്ന് ലാലു പ്രസാദ് യാദവ് ഒരു പ്രസ്താവന പുറത്തിറക്കുകയുണ്ടായി. ഒരിക്കലും തേജസ്വി യാദവ് രാജിവെക്കില്ല, തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത് താനാണ് എന്നൊരു പ്രസ്താവന. അതാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തേജസ്വി അത് തന്നോട് പറയേണ്ടതായിരുന്നു. പകരം ലാലു പ്രസാദ് യാദവ് വഴി ഇത്തരം ഒരു പരസ്യമായ പ്രസ്താവന ഇറക്കിയതാണ് ഇത്ര പെട്ടെന്ന് നിതീഷിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഈ പ്രശ്നം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ JDU-വിന്റെ പ്രത്യേക പാർലമെന്ററി പാർട്ടി യോഗം പട്നയിൽ ചേർന്നിരുന്നു. 4 ദിവസം ലാലു
ലാലു പ്രസാദ് യാദവിന് നിലപാട് വ്യക്തമാക്കാൻ അറിയിച്ചിരുന്നു. പക്ഷെ 4 ദിവസത്തിന് ശേഷം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലു മകൻ രാജിവെക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ നിതീഷ് സ്വയം പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും 2 വർഷവും 5 മാസവും നീണ്ട മഹാസഖ്യമാണ് ഇതോടെ ബീഹാറിൽ തിരശീല വീഴുന്നത്. ഇതോടൊപ്പം വളരെയേറെ ഞെട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം ഈ സഖ്യം നിലനിർത്താൻ ആദ്യഘട്ടം മുതൽ മുൻകൈ എടുത്തത് കോൺഗ്രസ് ആണ്. ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെ ഇത് രൂപീകരിക്കാൻ ഏറെ പരിശ്രമിച്ചിരുന്നു. അവരെ പോലും ഞെട്ടിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ നിതീഷ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്, ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനിടയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗമാകട്ടെ അല്പസമയത്തിനകം ബീഹാറിൽ ചേരാനിരിക്കുകയാണ്. ഇപ്പോൾ മനുശങ്കർ കൂടി ചേരുന്നു. അല്പസമയത്തിനകം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുമെന്നാണ് മനുശങ്കർ നൽകുന്ന റിപ്പോർട്ട്. മനുവിലേക്ക് പോകുന്നു. മനു, എപ്പോഴാണ് ഈ യോഗം ആരംഭിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകുക? അല്പസമയങ്ങൾക്കകം തന്നെ ദില്ലിയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം ചേരും. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമായും ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലെ സീറ്റ് അനുസരിച്ചും RJDക്ക് 80ഉം JDUവിന് 71ഉം BJPക്ക് 53 സീറ്റുകളുമാണ് ഉള്ളത്. സ്വാഭാവികമായും JDUവും BJPയും 71ഉം 53 സീറ്റുകൾ കൂടിയായാൽ കേവല ഭൂരിപക്ഷം സുഗമമായി മറികടക്കാം. അതിനാലാണ് ഇത്തരം ഒരു അടിയന്തര യോഗം ഇപ്പോൾ ദില്ലിയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം കൂടി വിളിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയങ്ങൾക്കകം BJP പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിക്കും. സ്വാഭാവികമായും അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ, എന്തെല്ലാം തുടർ നീക്കങ്ങൾ നടത്തണം എന്നത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളും ചർച്ചകളുമാകും ഉണ്ടാവുക. നേരത്തെ തന്നെ പല ഉപരാഷ്ട്രപതി അതോടൊപ്പം രാഷ്ട്രപതി ചർച്ചകൾക്കും മറ്റുമായി നിതീഷ് കുമാർ ദില്ലിയിലെത്തിയ സമയത്തും പലതവണ BJP കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർ ചർച്ച ഇപ്പോൾ നിതീഷിന്റെ രാജിയിലേക്കും പിന്നീട് ഇപ്പോൾ BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്കും എത്തിയിരിക്കുന്നു. എന്തായാലും ഈ തുടർ നീക്കങ്ങൾ എന്തെല്ലാം വേണം എന്നത് സംബന്ധിച്ചാകും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാവുക. ശരി മനു, സന്തോഷിലേക്ക് വീണ്ടും പങ്കെടുക്കും. സന്തോഷ്, BJPയുടെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്നാണോ ഇക്കാര്യത്തിൽ നിന്ന് നിരീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ നിതീഷിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകും? BJPയുമായി ചേർന്ന് അധികാരത്തിലേക്ക് തിരികെ എത്താനുള്ള ശ്രമമാവുമോ നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? ഇവിടെ BJPയുടെ നീക്കം വരെ ഇദ്ദേഹത്തിന് കാത്തിരിക്കണമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ദിവസം കൂടി അതിന് സമയം നൽകാമായിരുന്നു. കാരണം ഇന്ന് വൈകുന്നേരം BJP പാർലമെന്ററി പാർട്ടി യോഗം ചേരുമെന്ന് നേരത്തെ തന്നെ വിവരം ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നതുമാണ്. പക്ഷെ നിതീഷ് കുമാർ അതിന് പോലും കാത്തു നിൽക്കാതെയാണ് രാജി സമർപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ സുശീൽ കുമാർ മോദി നേരത്തെ തന്നെ പരോക്ഷമായി പലതവണ തങ്ങൾ നിതീഷിന് പിന്തുണ കൊടുക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം നിതീഷ് നേരത്തെ BJP പിന്തുണയോടുകൂടി തന്നെയാണ് മത്സരിച്ചതും 2010 മുഖ്യമന്ത്രി ആയതുമൊക്കെ. അതുകൊണ്ട് തന്നെ ആ പിന്തുണ വീണ്ടും നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു സുശീൽ കുമാർ മോദിയുടെ പലതവണയുള്ള പരോക്ഷമായ പ്രസ്താവനകൾ. പക്ഷേ അത് നിതീഷ് അംഗീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഡൽഹിയിൽ പലതവണ നിതീഷ് എത്തിയെങ്കിൽ പോലും BJP കേന്ദ്ര നേതാക്കളുമായി ഒരു തരത്തിലുള്ള പരസ്യ ചർച്ചകൾക്കോ കൂടിക്കാഴ്ചകൾക്കോ നിതീഷ് തയ്യാറായില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പകരം അദ്ദേഹം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കണ്ടത്. JDUവിന്റെ ദേശീയ കൗൺസിൽ യോഗം ഡൽഹിയിൽ ചേർന്നപ്പോൾ പോലും അത് കഴിഞ്ഞിട്ട് നിതീഷ് കുമാർ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കണ്ട് നിലവിലെ ബീഹാറിലെ അവസ്ഥകൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിതീഷ് സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോണിയാഗാന്ധി അക്കാര്യം ലാലു പ്രസാദ് യാദവുമായി പലതവണ സംസാരിച്ചിരുന്നതുമാണ്. പക്ഷേ മകനെ പിൻവലിച്ചുകൊണ്ട് ഒരു മകനെ രാജിവെപ്പിച്ചുകൊണ്ട് ഒരു ബീഹാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുക എന്ന നിലപാടിനോട് ഒരു കാരണവശാലും ലാലു യോജിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം 12 വയസ്സ് ഉള്ളപ്പോഴാണ് തേജസ്വി യാദവിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക കുറ്റം നിലനിൽക്കില്ല. മകന് വെറും 12 വയസ്സ് മാത്രമാണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത് എന്നാണ് ലാലു പറഞ്ഞത്. എന്ന് മാത്രമല്ല, BJP രാഷ്ട്രീയ വേട്ടയാടലാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിനൊപ്പം PV തോമസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PV തോമസ്, ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്താകുമെന്നാണ് നിരീക്ഷണം? ബീഹാറിലെ സംഭവവികാസം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ബീഹാർ ഇങ്ങനെ തിളച്ചു പറയുകയായിരുന്നു. ബീഹാർ നിതീഷ് കുമാർ തികച്ചും NDA പക്ഷത്തേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലതും കണ്ടത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായാലും ശരി,
അതുപോലെ ഓരോ അവസരങ്ങളിലുമായിട്ടും. പിന്നെ അതിനൊപ്പം ഉന്നം വെച്ച് ലാലു പ്രസാദ് യാദവിനെതിരായിട്ടുള്ള അഴിമതി ആരോപണം വന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് അവിടെ ഇല്ലാതായിരിക്കുകയാണ്. ഇനി അടുത്ത ഗവൺമെന്റ് ഒന്നെങ്കിൽ നിതീഷ് കുമാർ തന്നെ രൂപീകരിക്കണം, അതിന് ബിജെപിയുടെ സപ്പോർട്ട് വേണ്ടി വരും. അല്ലെങ്കിൽ സുശീൽ മോഡി മുഖ്യമന്ത്രിയായിട്ട് വേറൊരു ഗവൺമെന്റ് വരേണ്ടി വരും. ഏതായാലും ബീഹാർ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ്. അവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടാകുമോ അതും നമുക്ക് ആലോചിക്കാം, അതും അറിയാൻ പാടില്ല. ഏതായാലും തികച്ചും അനിശ്ചിതമായ ഒരു അവസ്ഥയിലാണ് ബീഹാറിന്റെ നിലനിൽപ്പോൾ. ബിജെപിയെ ചെറുക്കാനുണ്ടാക്കിയ മഹാസഖ്യമാണ് ഇപ്പോൾ തകർന്നത്. ഈ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന തരത്തിൽ ബിജെപി നടത്തുന്ന ശ്രമങ്ങൾ വിജയിച്ചു എന്ന് വേണമോ കരുതാൻ? തൽക്കാലത്തേക്ക് വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ബിജെപിയുടെ വലിയൊരു പരാജയമായിരുന്നു ബീഹാർ ഇലക്ഷനിൽ ബിജെപി തോറ്റതും അതുപോലെ മഹാഗഠബന്ധൻ വിജയിച്ചതുമെല്ലാം. അതായിരുന്നു വളരെയേറെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബിജെപിക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടി. ഡൽഹിയിലെ പരാജയം കഴിഞ്ഞാല് ബാക്കി മുഴുവനും വിജയമായിരുന്നു. 4-5 സംസ്ഥാനങ്ങളിൽ വിജയിച്ചു. ആ വിജയത്തിന് തടയിട്ട ഒരു പ്രതിപക്ഷത്തിന്റെ നീക്കമായിരുന്നു ബീഹാറിൽ നടന്നത്. അതാണിപ്പോൾ പരാജയം നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏത് പക്ഷത്തേക്കാകും നിലകൊള്ളുക? ലാലുവിനൊപ്പമോ നിതീഷ് കുമാറിനൊപ്പമോ? പ്രത്യക്ഷമായി അവരുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഏത് പാർട്ടിക്കൊപ്പമാവും കോൺഗ്രസ് നിലകൊള്ളാൻ സാധ്യത? കോൺഗ്രസിന്റെ നില നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നിതീഷ് കുമാർ തന്നെ പറയുണ്ടായി, രാഹുൽ ഗാന്ധിയുടെ എല്ലാം പറയുണ്ടായി. കാരണം അഴിമതിക്കെതിരായിട്ടുള്ള തന്റെ നിലപാടിന് ഒരിക്കലും ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പോകുന്നില്ല, പാടില്ല എന്ന് പറയുകയുണ്ടായി. ഏതായാലും കോൺഗ്രസ് മിക്കവാറും ലാലുവിനോട് നിൽക്കാനാണ് സാധ്യത. ലാലുവായിട്ടാണല്ലോ അടുത്ത് സംസാരിച്ചും ലാലുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുണ്ടായി. അപ്പോൾ അങ്ങനെ നിൽക്കാനായിരിക്കും സാധ്യത. തീർച്ചയായും പ്രതികരിച്ചതിന് നന്ദി പി വി തോമസ്. സന്തോഷിലേക്ക് വീണ്ടും പോകുന്നു. സന്തോഷ്, കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ പ്രതികരണം കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. സന്തോഷ്, കേൾക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഏറെ ഞെട്ടിച്ചിട്ടുണ്ട് നിതീഷിന്റെ ഈ രാജി. അതുകൊണ്ട് തന്നെ നിതീഷിന്റെ ഇനി അടുത്ത മൂവ്മെന്റ് എന്താണ് എന്ന് നോക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിതീഷ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തിയപ്പോൾ സോണിയാഗാന്ധിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നതാണ്. സോണിയാഗാന്ധി അക്കാര്യത്തിൽ ലാലുവുമായി സംസാരിച്ച ശേഷം വ്യക്തത വരുത്താം എന്ന് ഉറപ്പ് നിതീഷിന് നൽകിയതായി അറിയുന്നു. ഇപ്പോൾ മറ്റൊരു നീക്കത്തിലേക്ക്, മഹാസഖ്യം തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് നീങ്ങരുത് എന്ന് ആവശ്യപ്പെട്ട ാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവസാനഘട്ടം നിതീഷ് നടത്തിയ ഈ നീക്കം എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിഞ്ഞിട്ടില്ല എന്നാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. അവർ ഇക്കാര്യം ഇപ്പോൾ ഇതിന്റെ അടുത്ത നീക്കം എന്താണ് എന്നറിയാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്നുണ്ട്. എല്ലാ കേന്ദ്ര നേതാക്കളും ഡൽഹിയിലുണ്ട്. ബീഹാറിൽ നിന്നടക്കം ബീഹാറിലെ മറ്റ് 27ഓളം MLA-മാരുണ്ട്. ഇവരുടെ അടക്കം സംസാരിച്ച് എന്താണ് കാര്യങ്ങളുടെ വിഷയത്തിലോട്ട് അവർ കടക്കുന്നത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം അറിയാൻ കഴിയുന്നത്, അമിത്ഷാ അല്പസമയം മുമ്പ് ബീഹാർ അധ്യക്ഷൻ സുശീൽ കുമാർ മോദിയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ്. പിന്തുണ നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കാം ചർച്ച നടന്നത്. പക്ഷെ എന്താണ് ചർച്ചയെന്ന് അറിയാൻ കഴിഞ്ഞില്ല. സുശീൽ കുമാർ മോദി ഇതിന്റെ അടിസ്ഥാനത്തിൽ BJP MLA-മാരെ പ്രത്യേകം കാണാൻ പോകുന്നതായാണ് അറിയാൻ കഴിയുന്നതിലും ഇന്നത്തെ രാത്രി വളരെയേറെ നിർണായകമാണ്. BJP സർക്കാർ, കേന്ദ്ര സർക്കാർ റെയിൽവേ കാറ്ററിംഗ് യൂണിറ്റിന് നൽകിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡ് ഇപ്പോൾ ബീഹാറിലെ മഹാസഖ്യത്തിന്റെ തകർച്ചയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. പക്ഷെ അത് പ്രതീക്ഷിച്ച വഴിയിലൂടെ അല്ല പോയതെന്ന് മാത്രം. ബീഹാറിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇക്കാര്യത്തിൽ BJP പ്രതീക്ഷിച്ചത്. കാരണം മഹാസഖ്യം തകർത്തുകൊണ്ട് നിതീഷ് കുമാർ വീണ്ടും BJP സഖ്യത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ അത്തരമൊരു നീക്കത്തിന് നിതീഷ് തയ്യാറായിട്ടില്ല. ഇനി ഭാവി എന്താകും എന്നാണ് അറിയേണ്ടത്. RJD ഏത് തരത്തിലുള്ള നീക്കങ്ങളാകും നടത്തുക? നേരത്തെ തന്നെ മോദിയോട് നിതീഷ് കുമാർ മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന് RJD ഭാഗത്തു നിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ രാജ്യ സാഹചര്യത്തിൽ RJDയുടെ നീക്കങ്ങൾ ഇനി ഏത് തരത്തിലാകും? RJDയുടെ വളരെ കടുംപിടുത്തത്തിൽ തന്നെയാണ് ലാലു പ്രസാദ് യാദവ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ലാലു പ്രസാദ് യാദവ് തന്റെ ഇക്കാര്യത്തിലുള്ള അന്തിമ നിലപാട് വ്യക്തമാക്കിയത്. ഒരു കാരണവശാലും തേജസ്വി യാദവ് രാജിവെക്കില്ല, തേജസ്വിയെ ഉപമുഖ്യമന്ത്രിയാക്കിയത് താനാണ് എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് തന്റെ നിലപാട് അന്തിമമായി വ്യക്തമാക്കിയത്. അതിലൊരു മാറ്റവും വരുത്തില്ല എന്ന് ഈ RJDയുടെ തന്നെ MLA-മാർ നിതീഷ് കുമാറിനെ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് എന്നാൽ സ്വയം പിന്മാറുന്നതായി നിതീഷ് കുമാർ അറിയിച്ചതും. സുപ്രധാനമായ ഒരു വിവരം കൂടി വന്നിരിക്കുന്നു. BJPയുടെ പിന്തുണയോടെ മന്ത്രിസഭ രൂപീകരിക്കാൻ JDU-ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. മനുശങ്കർ ചേരുകയാണ്. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമാകും ഇത്തരമൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. മനു, വിവരങ്ങൾ കൂടി പങ്കുവെക്കാമോ?
ബി ജെ പിയുടെ പിന്തുണ JDU-വിന് പരസ്യമായി നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഇപ്പോൾ മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങൾ മുമ്പാകെ പറഞ്ഞത് JDU, അതായത് നിതീഷ് കുമാറാണ് BJP ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. എല്ലാ സമയവും നിതീഷുമായി അടുത്ത സൗഹൃദം ഉണ്ടാക്കാൻ മാത്രമാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലും നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന എല്ലാ നീക്കങ്ങളും തുടരും എന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയിട്ടുള്ളത്. BJP പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്നതിന് തൊട്ടു മുൻപായി ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് എത്തവെയാണ് രവിശങ്കർ പ്രസാദ് ഇത്തരമൊരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. സ്വാഭാവികമായും 53 MLA-മാരാണ് BJP-ക്കുള്ളത്, 71 JDU-വിനും. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് 53 MLA-മാരുടെയും പിന്തുണ, BJP-യുടെ പിന്തുണ JDU-വിന് നൽകും എന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ പലതവണയും തങ്ങളെ ഉപേക്ഷിച്ചാണ് നിതീഷ് കുമാർ പോയിട്ടുള്ളത്. എപ്പോഴും BJP നിതീഷിനൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്കകം BJP പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിക്കും. ഇതിനുശേഷം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും BJP-യുടെ പിന്തുണ പരസ്യമായി തന്നെ മന്ത്രിസഭയിലെ മുതിർന്ന ഒരു അംഗം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. JDU-വിന് എല്ലാ പിന്തുണയും BJP നൽകും എന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചിട്ടുള്ളത്. ജോർജ്, വളരെ നന്ദി മനു. സന്തോഷ്, ദയവായി തുടരുക. ഇടവേളയ്ക്ക് ശേഷം സന്തോഷിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി തിരികെ എത്താം. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. വിവരങ്ങളിലേക്ക് തിരികെ സന്തോഷിലേക്ക്. സന്തോഷ്, കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തന്നെ JDU-വിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ നിതീഷ് കുമാറിന് അധികാരത്തിലേക്ക് തിരികെ എത്താൻ വലിയ പ്രയാസമില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ജോർജറ്റ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രശ്നം ആരംഭിച്ചിട്ട് പല കേന്ദ്ര മന്ത്രിമാരും BJP കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന BJP അധ്യക്ഷനും അടക്കമുള്ളവർ ഇത്തരം പിന്തുണകൾ നൽകാമെന്ന പ്രസ്താവനകളായി പുറത്തറിയിക്കുന്നുണ്ട്. പക്ഷേ അതേതെങ്കിലും ഒരു ചലനം നിതീഷിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം എന്ത് രാഷ്ട്രീയ നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും JDU-വിന്റെ തന്നെ മറ്റ് MLA-മാർക്ക് പോലും വ്യക്തമല്ല. രാജിവെക്കണം എന്ന വിവരം പോലും JDU-വിന്റെ മറ്റു മന്ത്രിമാർക്ക് അവസാന നിമിഷമാണ് അദ്ദേഹം വിവരം കൈമാറിയത്, ആവശ്യപ്പെട്ടത്. ഇപ്പോൾ BJP തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാൽ അത്തരമൊരു പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും അത് നിതീഷ് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. നിതീഷ് എന്തായാലും അതിന് ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തന്റെ മന്ത്രിസ്ഥാനം ഇതിനു മുമ്പ് 2014 ലോക്സഭാ ഇലക്ഷൻ നടന്ന കാലത്ത് വേണ്ടത്ര വിജയം പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോയ ഒരാളാണ് നിതീഷ് കുമാർ. അന്ന് പിന്നോക്ക ദളിത് എന്ന പ്രസക്തിയിൽ നിതിൻ മാഞ്ചി ബീഹാർ മുഖ്യമന്ത്രിയായി കുറച്ച് കാലം ഭരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം ലഭിച്ചപ്പോഴാണ് നിതീഷ് കുമാർ തിരിച്ച് മുഖ്യമന്ത്രിയായി വന്നത്. അങ്ങനെ ഒരു ചരിത്രം നിതീഷിനുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് ഇപ്രാവശ്യം ഈ രാജിവെച്ചതെങ്കിൽ പോലും നിമിഷങ്ങൾക്കകം BJP-യുടെ പിന്തുണ തേടി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ബീഹാർ സർക്കാർ വീണ്ടും രൂപീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്തോഷ്, രാഷ്ട്രീയ സന്ധിയുടെ ലംഘനം ആണ് സംഭവിച്ചതെന്നാണ് RJD പറയുന്നത്. ഇപ്പോൾ നിതീഷ് രാജിവെച്ചപ്പോൾ JDU-വിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നിപ്പ് പ്രകടമാകുന്നുണ്ടോ? ഇതുവരെ JDU-വിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. JDU-വിന്റെ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് തന്നെയാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. RJD-യുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇത്തരമൊരു നീക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. JDU അത്തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രതീക്ഷിക്കുന്നത് JDU-വിന്റെ ദേശീയ അധ്യക്ഷൻ ശരത് യാദവിന്റെ നീക്കമാണ്. ശരത് യാദവ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബീഹാറിലേക്ക് പോയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തിന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ശരത് യാദവ് ഇക്കാര്യത്തിൽ എന്തു പറയും എന്നാണ് അറിയേണ്ടത്. കാരണം ശരത് യാദവ് ഏറെക്കുറെ കോൺഗ്രസിന്റെ ഈ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നയാളാണ്. പ്രത്യേകിച്ച് മഹാസഖ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ നിതീഷിനെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ ശരത് യാദവിന്റെ നീക്കങ്ങൾക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, നിതീഷും ലാലുവുമായി പിണങ്ങുമ്പോഴൊക്കെ അതിലൊരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ഇടപെടാനൊക്കെ ശരത് യാദവിന് കഴിഞ്ഞിട്ടുണ്ട്. ശരത് യാദവ് ഇനി എന്ത് നീക്കം നടത്തും എന്നാണ് അറിയേണ്ടത്. എന്തായാലും നിതീഷിനെ വിട്ടിട്ട് ശരത് യാദവ് മാറി നിൽക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ശരത് യാദവ് ഇക്കാര്യത്തിൽ ഇരുവരെയും കൂട്ടിയോജിപ്പിക്കാൻ നീക്കങ്ങൾ ഏറെ നിർണായകമായിരിക്കും. ഈ സർക്കാർ വീഴുന്നതിന് കാരണം അഴിമതി ആയിരിക്കും എന്നാണ് BJP പറയുന്നത്. നേരത്തെ ലാലു പ്രസാദിന്റെ വീടുകളിൽ
റെയ്ഡ് നടന്നപ്പോൾ മുതൽ നിതീഷ് കുമാർ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ BJPയോട് അടുത്തു വരികയും ചെയ്യുന്ന ഒരു നിലപാട്. BJPയുടെ തന്ത്രങ്ങൾ അതിനനുകൂലമായി നിതീഷ് കുമാർ BJPയോട് ചേരുന്നു എന്ന് തന്നെയല്ലേ ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? BJPയുടെ തന്ത്രങ്ങൾ ഫലിക്കുന്നു. ജോർജറ്റ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദനെ നിർത്തിയപ്പോൾ മുതൽ ഈ ബീഹാറിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിതീഷ് കുമാർ പിന്തുണച്ചപ്പോൾ തന്നെ അത്തരമൊരു സംശയം ഉടലെടുത്തിരുന്നതാണ്. പിന്നീട് ബീഹാറിൽ നിതീഷിനെ ഒരു അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ മീരാകുമാറിനെ മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി സ്ഥാനാർത്ഥിയാക്കിയത്. ബീഹാറിന്റെ പുത്രി എന്ന നിലയിൽ ലാലു പ്രസാദ് യാദവ് അവരെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും നിതീഷ് തന്റെ പഴയ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയില്ല എന്ന് മാത്രമല്ല, NDAയുടെ രാംനാഥ് കോവിന്ദന് പൂർണ്ണ പിന്തുണ നൽകി വോട്ട് വരെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നിതീഷ് ലാലുവിനെ പിണക്കിക്കൊണ്ട് BJPയിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിതീഷ് വീണ്ടും മാറി പ്രതിപക്ഷത്തേക്ക് എത്തി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ നിതീഷ് നേരിട്ട് പങ്കെടുത്തില്ല. അന്ന് പകരം ശരത് യാദവിനെയാണ് അതിന് നിയോഗിക്കുകയൊക്കെ ചെയ്തത്. പകരം അന്നേ ദിവസം പാർലമെന്ററി പാർട്ടി യോഗം പട്നയിൽ ചേർന്നു. അന്നേ ദിവസമാണ് പട്നയിൽ ചേർന്ന യോഗത്തിലാണ് ലാലു പ്രസാദ് യാദവിന് അന്ത്യശാസനം നൽകുന്നത്. മകനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നതൊക്കെ. അത്തരം നീക്കങ്ങളൊക്കെ നിതീഷ് നടത്തിയപ്പോൾ തന്നെ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു BJPയിലേക്ക് പോവുകയാണോ എന്നാൽ അതിനുശേഷം ദയവായി തുടരുക. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. തേജസ്വി യാദവ് രാജിവെക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് നടപടി. JDU മന്ത്രിമാരും രാജിവെച്ചു. ഇതേ സാഹചര്യത്തിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം ദില്ലിയിൽ ചേരുകയാണ്. JDUവിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും രംഗത്തെത്തി. വിവരങ്ങളാണ് ദില്ലി ബ്യൂറോ നൽകിയത്.